നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മെൻഡിങ് വാൾ എന്നുള്ള പോയത്തിലെ ലാസ്റ്റ് ആക്ടിവിറ്റി ആയിട്ടാണ്. നിങ്ങൾക്കറിയാം, ഇതൊരു കമ്പാരിസൺ ആണ്. ഒരു പോയം നമുക്ക് എഴുതി തരും, എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു പോയവുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാനായിട്ട് പറയുകയും ചെയ്യും. നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ എല്ലാ യൂണിറ്റിലും ഓരോ പോയം വെച്ചിട്ട് പഠിക്കുന്നുണ്ട്. ആ പോയത്തിൻ്റെ തീമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പോയമായിരിക്കും എടുത്ത് തരിക. പല കുട്ടികളും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്ത് എഴുതേണ്ടതെന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. ഉറപ്പായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനുമാണ്. അതുപോലെ നല്ല ഏറ്റവും കൂടുതൽ മാർക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി, 8 മാർക്ക് 6 മാർക്ക് ആ ഒരു കാറ്റഗറിയിലാണ് യൂഷ്വലി ഇത് വന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു എസ്സേ എഴുതുന്നത് പോലെ നമ്മൾ ഇത് എഴുതുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സെഷൻ എങ്ങനെ എഴുതണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തന്നിരിക്കുന്ന പോയം ഏതാണ് എന്നുള്ളത് ആ പോയത്തിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചിട്ടിരിക്കും എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യം. ചിലർക്ക് പോയം വായിക്കുമ്പോൾ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. പക്ഷേ ചിലർക്ക് പോയം വായിക്കുമ്പോൾ പോയത്തിൻ്റെ ലാംഗ്വേജ് പ്രോസിൻ്റെ ലാംഗ്വേജിനേക്കാളും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ പോയം വായിക്കുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു പോയം വായിക്കുമ്പോൾ ഇവിടെ വേർഡ് ബൈ വേർഡ് മീനിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾ മറക്കുക. കാരണം തന്നിരിക്കുന്ന പോയത്തിൻ്റെ വേർഡ്സിൻ്റെ എല്ലാ മീനിങ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ ടൈം പോകും. സോ വേർഡ് ബൈ വേർഡ് മീനിങ് നിങ്ങൾ മറക്കുക. നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് തീമാണ്. തന്നിരിക്കുന്ന പോയത്തിൽ എന്ത് തീമാണ് റൈറ്റർ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തീമാണ് അതിലുള്ളത്, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്തായാലും നമ്മൾ പഠിച്ചിട്ടുള്ള പോയവുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാനായിരിക്കും ചോദിക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള പോയത്തിൻ്റെ തീം ഏതാണോ ആ തീമുമായിട്ട് ഒന്നെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു തീമായിരിക്കും, അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു തീമായിരിക്കും. ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിലെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത്. ഈ പറഞ്ഞതിനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് ഏത് രീതിയിലാണ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ തയ്യാറാക്കാൻ പറ്റുക എന്നുള്ളത്. സോ ഒരു പോയം കൈ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് പോയമാണ് കമ്പയർ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്, ആ പോയത്തിൻ്റെ തീം എന്താണ്. ഓക്കെ, ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നിട്ട് തന്നിരിക്കുന്ന പോയവുമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ പോയം ഈ ഒരു തീം മനസ്സിൽ വെച്ചുകൊണ്ട് വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇത് തന്നിരിക്കുന്ന ആ ഒരു പോയത്തിലെ തീം നമ്മൾ പഠിച്ച പോയത്തിൻ്റെ തീമുമായിട്ട് സെയിം ആണോ അതോ അത് ഡിഫറെൻ്റ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓപ്പോസിറ്റ് ആണോ സെയിം ആണോ. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റൈമിംഗ് സ്കീം അല്ലെങ്കിൽ റൈമിംഗ് വേർഡ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതല്ല റൈമിംഗ് സ്കീം ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രീ വേർഡ്സ് ആണെന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പിന്നീട് എന്തെങ്കിലും പോയറ്റിക് ഡിവൈസസ് ഉണ്ടോ, അലിട്രേഷൻ, അസണൻസ്, ദെൻ മെറ്റഫോർ, സിംലി, അങ്ങനെ കുറച്ച് പോയറ്റിക് ഡിവൈസസ് ഒക്കെ ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുന്ന പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. ഞാനിതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പോയറ്റിക് ഡിവൈസസിൻ്റെ വീഡിയോ കാണാത്തവർ കാണുക, അതിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പോയറ്റിക് ഡിവൈസസ് ഈ തന്നിട്ടുള്ള പോയത്തിലുണ്ടോ എന്നൊന്ന് നോക്കുക. ഇത്രയും മതി കാര്യം. അപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. പിന്നീട് ഇത് ഏത് റൈറ്ററിൻ്റെ പോയമാണ് എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നിരിക്കുന്ന പോയം എന്താണ്, എനിക്ക് വേർഡ് ബൈ വേർഡ് മീനിങ് അറിയില്ലല്ലോ എന്നൊന്നും കരുതി നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വളരെ മനോഹരമായിട്ട് നമുക്ക് മാർക്ക് സ്കോറിംഗ് ആയിട്ട് ആൻസേഴ്സ് എഴുതാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 3 കമ്പാരിസൺ. സോ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്നുള്ള പോയമാണ് ഇവിടെ. ഗീതാഞ്ജലിയിൽ നിന്നുള്ള കുറച്ച് ലൈൻസാണ് ഇവിടെ എടുത്ത് തന്നിട്ടുള്ളത്. ഇനി ഈ ഒരു പോയത്തിനെ നമുക്ക് മെൻഡിങ് വാൾ എന്നുള്ള പോയവുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ടാഗോർസ് ഗീതാഞ്ജലി. ഹീ ഹൂം ഐ എൻക്ലോസ് വിത്ത് മൈ നെയിം ഇസ് വീപ്പിംഗ് ഇൻ ദിസ് ടെൻഷൻ. I am ever busy building this wall all around. And as this wall goes up into the sky day by day, I lose sight of my true being in its dark shadow. I take pride in this great wall, and I plaster it with dust and sand, lest a least hole should be left in this name. And for all the care I take, I lose sight of my true being. So, Denchian Underground Prison. Now, compare the above lines with the poem Mending Wall. Compare the theme, relevance of themes, language, style,
what the author wants to tell us. സോ ഈ പോയം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മെൻഡിങ് വാൾ എന്നുള്ള പോയവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. മെൻഡിങ് വാൾ എന്നുള്ള പോയത്തിലെ തീം എന്താണ്? കൺസ്ട്രക്ഷൻ ഓഫ് എ വാളാണ് അതിൽ പറയുന്നത്. വിച്ച് മീൻസ് ഒരു വാളിൻ്റെ കൺസ്ട്രക്ഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഹ്യൂമൻ ബീങ്സിൻ്റെ അവരുടെ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്താണ് റോബർട്ട് ഫ്രോസ്റ്റ് ഈ ഒരു പോയത്തിൽ, അതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ ആ ഒരു തീം തന്നെയായിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ ഒരു വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, അതല്ലെങ്കിൽ എന്തിനൊരു വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ഒരു കാര്യം, അതിൽ രണ്ടിൽ എന്തെങ്കിലും ഒന്നായിരിക്കാം ഈ ഒരു പെർട്ടിക്കുലർ പോയത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക. സോ here whom I enclose with my name is weeping in this dungeon and I am ever busy building wall all around. So here നമ്മൾ വേർഡ് ബൈ വേർഡ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഉള്ളത് വെച്ചിട്ട് നമ്മൾ മീനിങ് മനസ്സിലാക്കുക. സോ ഹിയർ ഐ ആം എവർ ബിസി. സോ ഞാൻ ഭയങ്കര ബിസി ആയിട്ട് വാൾ ഇങ്ങനെ എൻ്റെ ചുറ്റും ബിൽഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആൻഡ് ആസ് ദിസ് വാൾ ഗോസ് അപ്പ് ഇൻ ടു സ്കൈ ഡേ ബൈ ഡേ ഐ ലൂസ് ദ സൈറ്റ് ഓഫ് മൈ ട്രൂ ബീയിങ് ഇൻ ഇറ്റ്സ് ഡാർക്ക് ഷാഡോ. എന്നിട്ട് പറയുന്നത് എന്താണ്? ഈ വാൾ ഇങ്ങനെ ഉയരെ പോകുമ്പോൾ ഞാൻ എൻ്റെ ട്രൂ ബീയിങ് അത് ഞാൻ തിരിച്ചറിയുന്നില്ല. എനിക്ക് ആ ട്രൂ ബീയിങ് ഞാൻ എന്താണോ അത് കാണാനുള്ള ആ ഒരു സൈറ്റ് എനിക്ക് നഷ്ടമാകുന്നു എന്ന് പറയുന്നു. ഐ ടേക്ക് പ്രൈഡ് ഇൻ ദിസ് ഗ്രേറ്റ് വാൾ. ഈ വാൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് പോകുമ്പോൾ എനിക്കത് കണ്ടിട്ടങ്ങ് ഭയങ്കര അഭിമാനം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനതിനെ എന്ത് ചെയ്യുന്നു? ഡസ്റ്റും സാൻഡും യൂസ് ചെയ്ത് വീണ്ടും അതിനെ പ്ലാസ്റ്റർ ചെയ്യുന്നു. ലെസ്റ്റ് എ ലീസ്റ്റ് ഹോൾ ഷുഡ് ബി ലെഫ്റ്റ് ഇൻ ദിസ് നെയിം ആൻഡ് ഫോർ ഓൾ കെയർ ഐ ടേക്ക് ഐ ലോസ് സൈറ്റ് ഓഫ് മൈ ട്രൂ ബീയിങ്. അങ്ങനെ അതിങ്ങനെ വീണ്ടും ആ വാൾ ഞാൻ ഉയരെ കെട്ടിക്കൊണ്ടേയിരിക്കുന്നു, അതിനെ പ്ലാസ്റ്റർ ചെയ്യുന്നു, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ എനിക്കെൻ്റെ ട്രൂ ബീയിങ് നഷ്ടമാകുന്നു എന്നാണ് പറയുന്നത്. ഇൻഡയറക്റ്റ്ലി മീൻസ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഒരു വാൾ കെട്ടുന്നതിനെ പറ്റി പറയുന്നു. വാൾ ഉയർന്നു പോകും തോറും എനിക്ക് എന്നെ തന്നെ നഷ്ടമാകുന്നു എന്ന് പറയുന്നു. എന്തിനെ പറ്റിയായിരിക്കാം ഈ പറയുന്നത്? മതിലുകൾ കെട്ടുമ്പോൾ നഷ്ടമാകുന്ന എന്തോ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. മെൻഡിങ് വാളിലും ഇതേ ഒരു ആസ്പെക്റ്റ് തന്നെയാണ് വരുന്നത്. മതിലുകൾ കെട്ടുന്നത് കൊണ്ട് എന്തിനാണ് ഈ മതിലുകൾ കെട്ടുന്നതെന്ന് റോബർട്ട് ഫ്രോസ്റ്റ് ചോദിക്കുന്നു. ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? മതിലുകൾ കെട്ടുന്നത് നല്ലതാണ്, റിലേഷൻഷിപ്പ് സേഫ് ആൻഡ് ഹാർമോണിയസ് ആയിട്ട് ഇരിക്കാൻ മതിലുകൾ നല്ലതാണ്. പക്ഷേ ഒരിക്കലും മതിലുകൾ കൊണ്ട് റിലേഷൻഷിപ്പിനെ മുറിക്കരുത് എന്നുകൂടി റോബർട്ട് ഫ്രോസ്റ്റ് ഉദ്ദേശിക്കുന്നുണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് തന്നെയാണ്. കാരണം മതിലുകൾ ഉയരും തോറും ഹ്യൂമൻ റിലേഷൻഷിപ്സ് അത്രയും കുറഞ്ഞു പോകുന്നു എന്നാണ് രണ്ട് പോയത്തിലും പറയുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ ആസ്പെക്റ്റ് മനസ്സിലായി. ഇനി നമ്മൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒരു ഓവർവ്യൂ എന്നോണം പറയാനാണെങ്കിൽ ആദ്യം നിങ്ങൾ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് എഴുതുക. ടാഗോറിൻ്റെതാണ് ഗീതാഞ്ജലി എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അതൊരു നൊബേൽ പ്രൈസ് കിട്ടിയ കൃതിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃതിയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആദ്യം എഴുതുക. ദെൻ നിങ്ങൾക്ക് എന്താണോ ഈ പോയത്തിൽ നിന്ന് മനസ്സിലായത്, ഈ പോയം ഒരു വാളിൻ്റെ ക്രിയേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ എഴുതുക. അത് കഴിഞ്ഞ് മെൻഡിങ് വാളിനെ പറ്റിയിട്ട് എന്താണോ നിങ്ങൾക്ക് അറിയാവുന്നത്, അത് നമുക്ക് ഏകദേശം നമ്മൾ പഠിച്ചതായതുകൊണ്ട് നിറയെ കാര്യങ്ങൾ അറിയായിരിക്കും, അത് എഴുതി വെക്കുക. ദെൻ ഒരു കമ്പാരിസൺ, രണ്ടിൻ്റെയും തീം എന്താണ്, ഈ തീമിൻ്റെ റിലവൻസ് എന്താണ്, ദെൻ ലാംഗ്വേജ് എങ്ങനെയാണ്, സ്റ്റൈൽ എങ്ങനെയാണ്, എന്താണ് ഓതർ പറയുന്നത്, എന്തെങ്കിലും പോയറ്റിക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. സോ മെൻഡിങ് വാളിൽ ഏതൊക്കെ പോയറ്റിക് ഡിവൈസസ് ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ അതിലങ്ങനെ ഒരു റൈമിങ് വേർഡ്സ് ഒന്നുമില്ല. സോ അത് ഫ്രീ വേഴ്സ് ആണ്. ഇനി നമുക്ക് ടാഗോറിൻ്റെ ഗീതാഞ്ജലി നോക്കാം. ഇവിടെയും ഡഞ്ചിയൻ, അറൗണ്ട്, ഡേ, ഷാഡോ, വാൾ, സാൻഡ്, നെയിം, ട്രൂ ബീയിങ്, നെയിം, ബീയിങ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ വേർഡ്സ് തമ്മിൽ അങ്ങനെ വലിയ റൈമിംഗ് ഒന്നുമില്ല, ഒരേപോലത്തെ എൻഡിങ് ഉള്ള വേർഡ്സ് ഒന്നും വരുന്നില്ല. സോ ഇതും ഒരു ഫ്രീ വേഴ്സാണ്. അപ്പം നമുക്ക് ആ കാര്യം മനസ്സിലായി. ഇനി നമ്മൾ എന്തെങ്കിലും ഹാസോ ലൈക്കോ വല്ലതും ചേർത്ത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും എന്തെങ്കിലും കമ്പാരിസൺ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ വലുതായിട്ട് വലിയ കമ്പാരിസൺസ് ഒന്നും നമുക്ക് ഫസ്റ്റ് റീഡിങ്ങിൽ നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല. സോ അത് ഇഗ്നോർ ചെയ്തേക്കുക, കുഴപ്പമില്ല. പോയറ്റിക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മെൻഷൻ ചെയ്തിരുന്നാൽ മാത്രം മതി. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടതെന്ന്. Tagore's Geetanjali is a collection of his finest poems which won Nobel Prize in 1930. The above given poem is taken from Geetanjali, which beautifully describes how our body is a dungeon, and he also shows that human beings are selfish and are interested in building up a wall superficially around us in order to avoid others,
while building this we forget who we are and what we lost because of this. സോ ടാഗോറിൻ്റെ ഗീതാഞ്ജലി അതൊരു കളക്റ്റഡ് പോയംസ് ആണ്. നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1913. പിന്നെ ഈ തന്നിരിക്കുന്ന പോയം ഗീതാഞ്ജലിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ ബോഡി എങ്ങനെയാണ് ഡഞ്ചിയൻ ആവുന്നത്, അതായത് ഒരു തടവറയാവുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹി ഓൾസോ ഷോസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ സെൽഫിഷ്. ഇതിനകത്ത് കാണിക്കുന്ന എന്താണ്, ഹ്യൂമൻ ബീങ്സ് സെൽഫിഷ് ആണെന്ന് കാണിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു വാള് ബിൽഡ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ സൂപ്പർഫിഷ്യലി നമ്മുടെ ചുറ്റും ഒരു വാള് ബിൽഡ് ചെയ്ത് മറ്റുള്ളവരെ എങ്ങനെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് എന്നാണ് ഇതിലൂടെ കാണിക്കുന്നത്. While building this, we forget who we really are and what we lost because of this. അപ്പോൾ ഒരു വാൾ ബിൽഡ് ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെ മറക്കുന്നു, അതിനോടൊപ്പം നമ്മളെ തന്നെ നഷ്ടമാവുന്നു എന്നുകൂടി പറയുന്നു. Tagore means that we are building the walls around us. We are all trying to look better on outside but are forgetting about the inside. അപ്പോൾ വാള് ബിൽഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഔട്ട്സൈഡിനെ നമ്മൾ നമ്മുടെ ഔട്ട്സൈഡ് വേൾഡിനെ വി ആർ ട്രൈങ് ടു ലുക്ക് ബെറ്റർ ഓൺ ഔട്ട്സൈഡ്. പുറത്ത് നമ്മൾ നല്ലതാണെന്ന് കാണിക്കുന്നു, പക്ഷെ നമ്മളെ തന്നെ മറന്നു പോവുകയാണ്. മനസ്സിലായല്ലേ? നമ്മൾ ഹ്യൂമൻ റിലേഷൻസിനെ മറന്നു പോകുന്നു. ഒരു ഭയങ്കര വലിയൊരു വീടും 4 ചുറ്റും മതിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ലതാണെന്ന് കാണിക്കുകയാണ്, പക്ഷേ നമ്മൾ പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ആ 4 ചുവരുകൾക്കുള്ളിൽ നമ്മളുടേതായിട്ട് മാത്രം അങ്ങ് ജീവിച്ചു പോവുകയാണ്. The height of the wall we are building is increasing day by day. We are proud in that. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് അദ്ദേഹം ബിൽഡ് ചെയ്യുന്ന വാൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് അതിൽ അഭിമാനമുണ്ട്, അദ്ദേഹത്തിന് അതിൽ പ്രൈഡ് ഉണ്ട്, അല്ലേ? സോ നമ്മൾ ബിൽഡ് ചെയ്യുന്ന വാള് അതിങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കും തോറും നമുക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ട്. നല്ലതാണ്, നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഹിയർ വാൾ ഇസ് എ സിമ്പിൾ ഓഫ് ലോസിങ് ഹ്യൂമൻ റിലേഷൻഷിപ്സ്. ഇവിടെ വാൾ എന്നുള്ളത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് നഷ്ടമാവുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലോസിങ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. നൗ വി ആർ ബിസി ആൻഡ് ലീഡിങ് എൻ ഐസൊലേറ്റഡ് ലൈഫ്. സോ ഇപ്പം നമ്മൾ എല്ലാവരും പണ്ടത്തെ ഒരു ജീവിത രീതിയല്ല ഇപ്പോഴത്തെ ജീവിത രീതി, അല്ലേ? നമ്മളെല്ലാവരും ബിസിയാണ്, നമ്മളെല്ലാവരും ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനെ ജീവിക്കുന്നവരുമാണ്. പണ്ടത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലിയെക്കാളും ജോയിൻറ്റ് ഫാമിലീസ് ആയിരുന്നു കൂടുതൽ. ഇപ്പം ന്യൂക്ലിയർ ഫാമിലീസാണ് കൂടുതൽ. ഇപ്പം എല്ലാവരും അവരവരുടെ രീതി നോക്കി അവരവരുടെ ഇഷ്ടത്തിന് പുറം ലോകവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും സ്ഥാപിക്കാതെ ജീവിക്കുന്നവരാണ്. വാൾ ഹിയർ ആക്ട്സ് എസ് എ പ്രിസൺ ആൻഡ് വി ഹ്യൂമൻ ബീങ്സ് എ പ്രിസണേഴ്സ് ഓഫ് അവർ ഓൺ വേൾഡ്. സോ ഇവിടെ വാൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പ്രിസൺ, ഒരു തടവറയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹ്യൂമൻ ബീങ്സ് എല്ലാം നമ്മളുടേതായ ലോകത്തിൻ്റെ തടവറയിൽ ഉള്ള തടവുകാരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. The poet is trying to explain through this poem that no matter how much we improve the outer self, it is nothing. What really matters is who we really are. പോയറ്റ് ഇവിടെ പറയുന്നത് പുറമേ കാണുന്നത് എന്താണോ അതല്ല ശരിക്കും വേണ്ടത്, നമ്മളെന്താണോ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് പുറമേ കാണുന്ന ഈ മോഡിയേക്കാളും നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിലാണ് ജീവിതത്തിൻ്റെ ഏറിയ പങ്കും. മീൻസ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ജീവിതം കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ എല്ലാവരുമായിട്ടും ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹൗ വി മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് വിത്ത് അവർ ഫെലോ ബീങ്സ്. നമ്മുടെ ചുറ്റുമുള്ള സാധാരണക്കാർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോട് നമ്മൾ എങ്ങനെ ബന്ധം സ്ഥാപിക്കുന്നു അതിനെ അനുസരിച്ചിട്ടിരിക്കും നമ്മളുടെ യഥാർത്ഥ നമ്മളെന്ന് പറയുന്നത്. സോ ഇത് ഇത്തിരി പോയറ്റിക്കായിട്ട് കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. നിങ്ങൾ ഇത് കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഇത് ജസ്റ്റ് എനിക്ക് പോയത്തെ പറ്റി അറിയാവുന്നത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാവുന്ന പോലെ എഴുതിയാൽ മതി. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് മാത്രം എഴുതി വെച്ചാൽ മതി, വേറൊരു പ്രശ്നവും ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് ആ കോൺഫിഡൻസ് ഒന്നും അങ്ങനെ ഇത് വായിച്ചിട്ട് നിങ്ങൾ കളയരുത്. ഇനി അടുത്ത പാരഗ്രാഫിൽ നമ്മൾ മെൻഡിങ് വാളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. റോബർട്ട് ഫ്രോസ്റ്റ് മെൻഡിങ് വാൾ ഓൾസോ ഷെയർ സെയിം ഐഡിയ ഇൻ ഡിഫറെൻറ്റ് വേ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ഏത് പോയത്തിലും വേണമെങ്കിൽ എഴുതാവുന്നതാണ്. അതായത് സെക്കൻഡ് പാരഗ്രാഫ് എഴുതുമ്പോൾ അല്ലെങ്കിൽ തേർഡ് പാരഗ്രാഫ് ഈ നമ്മൾ പഠിച്ച പോയത്തെ പറ്റിയിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. സെയിം ഐഡിയ തന്നെയാണ് ബട്ട് ഡിഫറെൻറ്റ് വേയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നീടുള്ളത് തന്നിട്ടുള്ള പാരഗ്രാഫ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ട്സിലെ പാരഗ്രാഫിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള പാരഗ്രാഫാണ്. കാരണം പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്.
The poet explains about an ordinary incident of constructing or mending a wall and relates it to universal thing, that is division between human beings. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൻഡിങ് വാളിൽ ഒരു ഓർഡിനറി ഇൻസിഡൻ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് ഒരു വോൾ മെൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അതിന് യൂണിവേഴ്സലായിട്ടുള്ള കാര്യവുമായിട്ടും ബന്ധപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതാണ്. Then poet begins the poem by saying that there is something nameless in nature which doesn't like a wall, because in every year at spring mending season the wall is broken in many places. So the poet meet his neighbor beyond the hill at spring in order to choose a day to repair the wall, and the poet presents two contrasting views in the poem through two persons, speaker and his neighbor. The speaker is quite suspicious about the necessity of the wall between his and his neighbor's property. According to the poet, walls are not necessary, but the poet's neighbor holds the traditional view that good fences make good neighbors. പോയിറ്റിൻ്റെ അഭിപ്രായത്തിൽ വാൾസ് നെസസറി അല്ല, പക്ഷേ പോയിറ്റിൻ്റെ നെയ്ബർ ഈ ട്രഡീഷണൽ വ്യൂ ഹോൾഡ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. He believes that walls and fences are needed to make good neighbors. Through different views of him and his neighbor, the poet indirectly states that a safe distance is needed in any relationship with or without walls. പക്ഷേ റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത് എന്താണ്? വാൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു സേഫ് ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വെച്ചിട്ട് സേഫ് ഡിസ്റ്റൻസ് ആണ്, അല്ലാതെ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. Both poets tries to portray the need of harmonious relationship among human beings. If he tries to build a wall around us, it breaks human relationship. It is very important to maintain fraternity, equality and tolerance among us. So രണ്ട് പോയിറ്റ്സും ഹാർമോണിയസ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ വാൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. It is very important to maintain fraternity, equality and tolerance among us. Through the proverb, good fences make good neighbors, Frost raises the question whether a wall is necessary to make good neighbors. അപ്പോൾ ആ ഒരു പ്രോവർബായ ഗുഡ് ഫെൻസസ് മേ ഗുഡ് നെയ്ബേഴ്സിലൂടെ അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്? വാളിന് നല്ലൊരു നെയ്ബറിനെ മേക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സോ ദ പോയിറ്റ് ഇസ് against walls, but deeper level reading proves that wall is necessary to maintain safe, harmonious relationship in distance in any relationship. How we maintain it is a question here. So ഇതിലൂടെ ഒരു ഫസ്റ്റ് ലെവൽ റീഡിങ്ങിൽ നമുക്ക് വാളിന് എതിരാണ് അദ്ദേഹം എന്ന് തോന്നും, പക്ഷേ ഡീപ്പർ ലെവൽ മീനിങ്ങിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പറയുന്നത് വാൾ വേണം, പക്ഷേ ഒരു സേഫ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വാൾ വേണം. അവിടെയും അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത് എന്താണ്? സേഫ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എന്നാണ്. വാൾ കൊണ്ട് ഐസൊലേറ്റഡ് ആവണമെന്നല്ല അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ഒറ്റപ്പെടണം എന്നല്ല പറയുന്നത്, സേഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെന്നാണ് പറയുന്നത്. How we maintain it is a question here. എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, Both poets used simple language of everyday conversation to express their ideas. There is no rhyming scheme in both poems, so we can call it as a free verse. അപ്പോൾ രണ്ട് പോയിറ്റ്സും സിമ്പിൾ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എവറിഡേ നമ്മൾ സംസാരിക്കുന്ന പോലത്തെ സിമ്പിൾ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ റൈമിംഗ് സ്കീം ഇല്ല, കാരണം ഫ്രീ വേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ വേഴ്സ് എന്ന് പറയാം, കാരണം റൈമിംഗ് സ്കീം ഇല്ല. ഓക്കെ, Tagore uses a direct, simple style to express his ideas, while Frost uses an ambiguous language, which is an important style of him. ടാഗോർ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എന്നാൽ ഫ്രോസ്റ്റ് ആംബിഗസ് സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് പറയുന്നതാണോ മീൻസ് ഒരു സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റൈൽ, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റൈലുമാണ്. യൂസേജ് ഓഫ് പോയറ്റിക് ഡിവൈസസ് ഓൾസോ ഹെൽപ്പ് ടു റിമൈൻ ബോത്ത് പോയംസ് മോർ അട്രാക്റ്റീവ്. പോയറ്റിക് ഡിവൈസസിൻ്റെ യൂസും രണ്ട് പോയത്തിനെയും അട്രാക്റ്റീവാക്കി മാറ്റുന്നുണ്ട്. ഇത് ഒരു സിമ്പിൾ കമ്പാരിസണാണ്. ഓക്കെ, ഇംഗ്ലീഷ് കുറച്ച് പാടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കമ്പാരിസണാണ് ഞാൻ തന്നിരിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. ഞാൻ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ കോഡ്സൊക്കെ ജസ്റ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പോയത്തിൽ നിന്നുള്ള കോഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഗുഡ് ഫെൻസസ് മേ ഗുഡ് നെയ്ബേഴ്സിനെ എടുത്ത് കോട്ട് ചെയ്തിട്ടില്ലേ, അതുപോലെ നമുക്ക് ടാഗോറിൻ്റെ പോയത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കോട്ട് വേണമെങ്കിലും എടുത്ത് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ആഡ് ചെയ്തിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ടാഗോറിൻ്റെ പോയത്തിലെ ഏതെങ്കിലും ഒരു വരിയും ഫ്രോസ്റ്റിൻ്റെ പോയത്തിലെ ഒരു വരിയും എടുത്ത് വെച്ച് കമ്പയർ ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം.
പിന്നെ പോയറ്റിക് ഡിവൈസസിനെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. കാരണം 8 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. ഇത് ജസ്റ്റ് സിമ്പിൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നീട് നമുക്ക് ഒരു കുറേയും കൂടി കാര്യങ്ങൾ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. യൂണിവേഴ്സലായിട്ടുള്ള എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. എങ്ങനെയൊക്കെ നമ്മുടെ എസ്സേ അട്രാക്റ്റീവ് ആക്കുന്നോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്കും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ മെയിൽ ചെയ്യുക. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. ഹാപ്പി ലേണിംഗ്.